ആലപ്പുഴ ആര്യാട്ടെ രവീന്ദ്ര ഫാമിനെ കുറിച്ചാണ് മണ്ണിലിനി. പാലിന് പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിലെത്തിച്ചാണ് ഫാമിന്റെ ഉടമ സുനിൽ ക്ഷീരമേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കുന്നത്. ക്ഷീരകർഷകനായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്ന് 25 വർഷം മുമ്പാണ് സുനിൽ ഈ രംഗത്തെത്തുന്നത്. ചെറുപ്പം മുതൽ പശു വളർത്തലിനോട് പ്രത്യേക താൽപര്യമുണ്ടായിരുന്ന സുനിലിന് ITC പഠനത്തിന് ശേഷം മറ്റൊരു തൊഴിൽ മേഖലയെക്കുറിച്ച് ചിന്തിക്കാനായില്ല. ചെറിയ രീതിയിൽ തുടങ്ങിയ രവീന്ദ്ര ഫാമിൽ ഇന്ന് 40 എരുമകളും 30 പശുക്കളുമുണ്ട്. ഇതിനു പുറമെ പശുക്കളുടെ പ്രജനനത്തിനായി വിത്തുകളയും. പാരമ്പര്യമായിട്ട് എൻ്റെ തൊഴില അച്ഛനാണ് ചെയ്തിട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 10-25 വർഷമായിട്ട് ഞാനാണ് ചെയ്യുന്നത്. ഞങ്ങൾ മുമ്പോട്ട് ചെയ്യുന്നത് 10-40 വർഷം കഴിഞ്ഞിപ്പോൾ ചെയ്യാന്ന്. ഇപ്പം എനിക്കൊരു 40 എരുമയും 30 പശു. ആദ്യം കുറച്ച് കണ്ടാണല്ലോ, പിന്നെ ഞാനാണ് പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂട്ടി ഇവിടം വരെ ആക്കി. കഠിനാധ്വാനത്തിനുള്ള മനസ്സും കൃത്യനിഷ്ഠയുമുണ്ടെങ്കിലേ ഈ രംഗത്ത് വിജയിക്കാനാകൂ എന്ന ഉത്തമ ബോധ്യമാണ് സുനിലിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രവീന്ദ്ര ഫാമിൽ എല്ലാത്തിനും കൃത്യസമയമുണ്ട്. പുലർച്ചെ 1 മണി മുതൽ തുടങ്ങുന്ന ജോലികൾ ഉച്ച കഴിഞ്ഞ് 2 മണി വരെ തുടരും. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി ഞങ്ങൾ കറക്റ്റ് 1 മണിക്ക് എഴുന്നേക്കും. 1 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചാണകം വാരി കുളിപ്പിച്ച് 2 മണിയാകുമ്പോൾ കറ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോൾ ഇവിടുത്തെ പണി ഏകദേശം തീരും. കാര്യം 4 മണിക്കൊക്കെ ഇവിടെ പാലിന് ആൾ വരും. ഇവിടെ നിന്നൊക്കെ ഈ മേടിച്ച് കൂടുതലും ടൗണിൽ കൊണ്ട് കൊടുക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർക്കൊക്കെ വെളുപ്പിനെ കൊടുത്താലേ അവർ വരത്തുള്ളൂ. അതുകൊണ്ട് 4 മണിക്ക് അവർ വരുമ്പോൾ അവർക്ക് പാലെല്ലാം റെഡിയാക്കി വെച്ചേക്കും. അവർക്കെല്ലാം കൊടുക്കും. കൂടുതൽ പാലും അവർ കൊണ്ടുപോകും. ബാക്കിയുടെ ലോക്കൽ സെയിലുണ്ട്, അത് വിറ്റ് മാറും. രണ്ടാമത്തെ കറവെന്ന് പറഞ്ഞാൽ രാവിലെ 10-ക്ക് തുടങ്ങും. 10-ക്ക് തുടങ്ങി ചാണകം വരെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ ഒരു 11:30 മണിയാകുമ്പോൾ കറ തുടങ്ങും. ഒരു 1:30-2 മണിയാകുമ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിയും. ഇപ്പൊ പണിയെല്ലാം ഫ്രീ ആയി, പണിയെല്ലാം കഴിഞ്ഞു. ഇനി രാത്രി ഒരു 8 മണിയാകുമ്പോൾ ചാണകം വാരി ഒന്ന് കുളിപ്പിച്ച് വെള്ളം അടിച്ചു കൊടുക്കും. എരുമകളെ കൂടുതലായി വളർത്തുന്നു എന്നതാണ് രവീന്ദ്ര ഫാമിനുള്ള പ്രത്യേകത. കൊഴുപ്പേറിയ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുനിൽ എരുമകളെ വളർത്താൻ തുടങ്ങിയത്. മുറേ, സൂർത്തി തുടങ്ങിയ മികച്ച ഇനം എരുമകളാണ് രവീന്ദ്ര ഫാമിലുള്ളത്. പഞ്ചാബിൽ നിന്നുള്ള മുറേ എരുമകൾക്ക് 7 മുതൽ 10 ലിറ്റർ വരെ പാൽ കിട്ടും. ഫാറ്റ് കൂടുതലുള്ളതിനാൽ എരുമപ്പാലിന് പ്രത്യേക ആവശ്യക്കാരുണ്ട്. ചായക്കടകളിലേക്കും ഹോട്ടലുകളിലേക്കുമാണ് എരുമപ്പാൽ കൂടുതലും വിറ്റുപോകുന്നത്. തൈരുൽപാദനത്തിനും എരുമപ്പാലാണ് നല്ലത്. പശുക്കളെ അപേക്ഷിച്ച് എരുമകൾക്ക് അസുഖം വരാനുള്ള സാധ്യതയും കുറവാണ്. കറവ കഴിഞ്ഞാലും നല്ല വില കിട്ടുമെന്നതാണ് മറ്റൊരു നേട്ടം. ഈറോഡിൽ നിന്നാണ് സുനിൽ എരുമകളെ വാങ്ങുന്നത്. എരുമപ്പാലിന് ഫാറ്റ് കൂടുതലാണ്, നല്ല കൊഴുപ്പാണ്. ചായക്കടക്കാർക്കൊക്കെ എരുമപ്പാലും മതി കൂടുതലുണ്ട്. എരുമപ്പാലും കൂടുതലും വിൽക്കുന്ന ചായക്കടക്കാർക്കാണ്. ചായക്കടക്കാർ കൊണ്ടു കൊടുക്കും. ഇതുപോലുള്ള കച്ചവടക്കാർ വാങ്ങിച്ച് ഇവിടുന്ന് കൊണ്ടു കൊടുക്കും, ചായക്കടകളിൽ കൊണ്ടു കൊടുക്കും. പശുപാലെന്ന് ഇവിടെ ലോക്കൽ സെയിലാണ്, ഇവിടെ വിറ്റു. പിന്നെ തൈരിനെന്ന് പറഞ്ഞാൽ എരുമപ്പാൽ വേണം. എരുമപ്പാലിലെ തൈര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തൈരിനൊക്കെ എരുമപ്പാൽ വേണം, എന്നാലും അതിന്റെ ടേസ്റ്റും കിട്ടത്തുള്ളൂ. കല്യാണ പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ അതിന്റെ ആവശ്യം. ഓരോ സീസണിലെയും ലഭ്യത അനുസരിച്ചാണ് രവീന്ദ്ര ഫാമിൽ പശുക്കൾക്കും എരുമകൾക്കും തീറ്റകൾ നൽകുന്നത്. കാലിത്തീറ്റയ്ക്ക് പുറമെ ബിയർ വേസ്റ്റ്, ചോളപ്പൊടി, തവിട്, പരുത്തിപ്പിണ്ണാക്ക് തുടങ്ങിയവയാണ് പ്രധാനമായും കൊടുക്കുന്നത്.
തീറ്റപ്പുല്ലിനു പുറമെ വൈക്കോലും പച്ചപ്പുല്ലും ധാരാളമായി നൽകും. രാവിലെ കറക്കുന്ന പാൽ മുഴുവനായി വിറ്റുപോകും. എരുമപ്പാൽ കടകളിലേക്കും പശുവിൻ പാൽ സമീപത്തെ വീടുകളിലേക്കുമാണ് പോകുന്നത്. രണ്ടാമത്തെ കറവയിൽ നിന്നുള്ള പാലാണ് മറ്റുൽപ്പന്നങ്ങളായി മാറുന്നത്. രവീന്ദ്ര ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈരിനും വെണ്ണയ്ക്കും നെയ്ക്കും ആവശ്യക്കാരേറെയാണ്. കുറെ പാൽ ഉൽപ്പാദിപ്പിച്ച് സൊസൈറ്റിയിൽ കൊടുക്കുകയെന്ന സാമ്പ്രദായിക രീതി പിന്തുടരാൻ സുനിൽ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പാലായാലും പാലുൽപ്പന്നങ്ങളായാലും നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുകയാണ് പതിവ്. മികച്ച ഗുണനിലവാരം പുലർത്തുന്നതിനാൽ ആവശ്യക്കാർ തേടിയെത്തും. കല്യാണ ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ തൈരിനൊക്കെ എനിക്ക് ഒരുപാട് ഓർഡർ ഉണ്ട്. തൈരിന് ഈ പരിസരത്തൊക്കെ ഇപ്പം ഈ പരിസരത്തല്ല ഒരു 10-15-20 കിലോമീറ്റർ ചുറ്റളവ് എവിടെ ഒരു 90% കല്യാണത്തിലും തൈരും പാലും ഒക്കെ കൊണ്ടുപോകുന്ന ഇവിടുന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടുകൊടുക്കണ്ടല്ല, എനിക്കിവിടെ ഇല്ലാത്ത കുഴപ്പമില്ല, എന്ത് മാത്രമേ വിറ്റ് പോയിക്കുള്ളൂ. അതൊക്കെ കൊണ്ടുമാത്രമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് തന്നെ. അല്ല സൊസൈറ്റി കൊണ്ടൊക്കെ കൊടുത്തിട്ട് പശു വളർത്തിയിട്ട് എരുമ വളർത്തിയിട്ടൊന്നും ഒരു കാരണവശാലും മുതലാകത്തില്ല, വൻ നഷ്ടമായിരിക്കും. പശുവിൻ പാലിന് ലിറ്ററിന് 35 രൂപയും എരുമപ്പാലിന് 45 രൂപയും നെയ്ക്ക് 380 രൂപയും വെണ്ണയ്ക്ക് 300 രൂപയുമാണ് ഇപ്പോഴത്തെ വില. ഗുണനിലവാരം ഉറപ്പായതിനാൽ ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്ക് വില പ്രശ്നമാകാറില്ല. ക്ഷീരകർഷകരെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ രവീന്ദ്ര ഫാമിനെയും ബാധിക്കുന്നുണ്ട്. ഉൽപാദന ചെലവും അധ്വാനവും കണക്കാക്കിയാൽ 1 ലിറ്റർ പശുവിൻ പാലിന് 50 രൂപയെങ്കിലും വില ലഭിക്കണമെന്നാണ് ഈ ക്ഷീരകർഷകന്റെ അഭിപ്രായം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. കാലിത്തീറ്റയുടെ തുടരെ വില വർധന. ഇപ്പൊ പാലിന് വില കൂടിയിട്ടുണ്ട്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു. വില കൂടിക്കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു 40% കാലിത്തീറ്റയ്ക്ക് വില വർധന ഉണ്ടായിരിക്കുക. അപ്പം ഇപ്പോഴത്തെ കണക്കിന് ഒരു 50 രൂപയ്ക്ക് മേളിൽ 1 ലിറ്റർ പശുവും പാലിന് കിട്ടിയാൽ മാത്രമേ നമുക്കിപ്പോൾ ഈ മേലെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് ചെയ്യുമെന്നല്ലാതെ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ഈ തൊഴിൽ ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഇത്രയും കാശ് മുടക്കി ഒരു പശു വേണം 60,000 രൂപ, ഒരു എരുമ വേണം 70,000 രൂപ ഒക്കെ വിലയുള്ള സാഹചര്യത്തിൽ ഇതിന് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഞങ്ങൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ക്ഷീരോത്പാദന മേഖലയ്ക്ക് കൂടുതൽ സംരക്ഷണം നൽകിയില്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് രാസവസ്തുക്കൾ ചേർന്ന പാൽ വാങ്ങേണ്ടി വരുമെന്ന് സുനിൽ മുന്നറിയിപ്പ് നൽകുന്നു. സ്വന്തമായി അധ്വാനിക്കാനും ജീവിത രീതി തന്നെ മാറ്റാനും തയ്യാറുള്ളവർ മാത്രമേ പുതിയതായി ഈ രംഗത്തേക്ക് വരാവൂ എന്ന് ഈ യുവസംരംഭകൻ ഓർമ്മിപ്പിക്കുന്നു.